സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ഈ ബസ്സിനകത്താണ് ഞാൻ കിടന്നുറങ്ങുന്നത്. ബസ്സുകാരെ കാണുമ്പോഴേക്കും കൈയും കാലും പൊക്കുന്നു, നടുവരൽ പൊക്കി കാണിക്കുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതോ ഈ സമൂഹത്തിന് സമയത്തിന് അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഞങ്ങൾ കൊണ്ട് കറക്റ്റായിട്ട് എത്തിച്ചു വിടുന്നുണ്ട്. വണ്ടികൾ പാർക്ക് ചെയ്യണത് വളരെ ദുർഗന്ധം ഉള്ള ഏരിയകളിലാണ്. അവിടെ ഇരുന്നിട്ട് വേണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ. അതിന്റെ ബുദ്ധിമുട്ടുകളും ഇതൊന്നും മറ്റുള്ള വാഹനങ്ങൾക്കും അറിയില്ല. തിരിച്ച് വീട്ടിലേക്ക് എത്തണ വരെ അത്രയും ടെൻഷനുകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. അതൊന്നും ഒരിക്കലും ചെയ്യില്ല, അതൊരു നല്ലൊരു പ്രവണതയല്ല അത്. ഇപ്പോൾ KSRTC-കാർക്ക് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ട്രിപ്പ് മുടങ്ങിയാലും അവർക്ക് ചായ കുടിച്ചിരുന്നാൽ അവർ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ സിസ്റ്റത്തിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. നമസ്കാരം. സ്വകാര്യ ബസ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഡോക്യുമെൻ്ററിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഡോക്യുമെൻ്ററിയുടെ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ ദയവായി ആദ്യ ഭാഗം കാണുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. ആദ്യ ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് വിദ്യാർത്ഥികളുടെ കൺസെഷനെ സംബന്ധിച്ചും ഉടമകളുടെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചുമാണെങ്കിൽ, ഈ എപ്പിസോഡിൽ നമ്മൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും റോട്ടിലെ മറ്റു യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. മലയാളത്തിനു വേണ്ടി ഞാൻ മെൽവിൻ വിജയൻ. നമുക്കറിയാം, വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും പരിസരങ്ങളും ഇന്നും പരിപാലിക്കപ്പെടുന്നത്. സ്ത്രീകൾക്ക് മെയിനായിട്ട് ഇതിലേക്ക് വരാത്തതിനുള്ള കാരണം സുരക്ഷിതത്വം ഇല്ലാത്തതും പിന്നെ ഫെസിലിറ്റീസ് ഭയങ്കര കുറവാണ്. ഇപ്പം റെസ്റ്റ് ടൈമിലായാലും നമുക്കിവിടെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു പ്രോപ്പർ സംവിധാനമൊന്നുമില്ല. നമ്മൾ ഈ ചൂടും വെയിലും പൊടിയൊക്കെ കൊണ്ടുവേണം ഇവിടെ ഇരിക്കാൻ. നല്ല വെയിലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ബസ് പാർക്ക് ചെയ്യുക. അവിടെ ഭയങ്കര ചൂടും പൊടിയൊക്കെ അടിച്ച് വേണം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. വൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് എല്ലായിടത്തും കണ്ടുവരുന്നത്. വണ്ടികൾ പാർക്ക് ചെയ്യണത് വളരെ ദുർഗന്ധം ഉള്ള ഏരിയകളിലാണ്. അവിടെ ഇരുന്നിട്ട് വേണം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പം ഈ പൊടിയും വെയിലും അടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. വൃത്തിഹീനമായ ഇടങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബസ്സുകളിലിരുന്നാണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നതും വിശ്രമിക്കുന്നതും. KSRTC സ്റ്റാൻഡുകളിലേതുപോലെ ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി സുരക്ഷിതമായ ഒരിടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ കാണുന്നില്ല. അത്തരത്തിലൊരു സംവിധാനം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിൽ ഒരുക്കുകയാണെങ്കിൽ അത് ജീവനക്കാർക്കും വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നായിരിക്കും. മെയിനായിട്ട് നമുക്ക് ഒരു നല്ല പാൻട്രി ഏരിയയും റെസ്റ്റ് ഏരിയയും ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ജീവനക്കാർക്കും ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള മാനറിൽ പോകാനും തുടർന്നുള്ള യാത്രയിൽ അവർക്ക് നന്നായി പെരുമാറാനും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ജോലി നന്നായി ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഈ റെസ്റ്റ് ഏരിയ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവും. നമ്മളിപ്പോൾ ബൈക്ക് യാത്രികനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബസ് സ്റ്റോപ്പില്ലാത്ത സ്ഥലത്തൊക്കെ നിർത്തുക. അപ്പോൾ നമുക്ക് കൺട്രോൾ പോകുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, ബാക്കിൽ ഇടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ ഇപ്പോൾ സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ തൃശ്ശൂർ സൈഡിലേക്കൊക്കെ ഞാൻ വരുമ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് ബസ് സ്റ്റോപ്പുകൾ എവിടെയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ മുൻകൂട്ടി സിഗ്നലൊന്നും തരില്ല, പെട്ടെന്നാണ് ചവിട്ടലാണ്. അതുകൊണ്ട് നമ്മൾ ബൈക്ക് ഓടിക്കണവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അത് കാരണം പല ആക്സിഡൻറ്റുകളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സഡനായിട്ട് ബ്രേക്ക് ഓടിക്കുമ്പോൾ നമുക്ക് വിചാരിച്ചിടത്ത് വണ്ടികൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെ സഡനായിട്ട് അവരിടുമ്പോൾ നമ്മളതിനെ തട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് പല വണ്ടികളും. അങ്ങനെ കുറേ പേരുടെ ജീവനും പോയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവർ തിരിവുകളിൽ അപ്രതീക്ഷിതമായിട്ടാണ് വന്നിട്ട് ബാക്കിൽ ഹോൺ അടിച്ച് പെട്ടെന്ന് കയറുക ചെയ്യുക. ഞാൻ 1982 തുടങ്ങിയതാണ്. ലൈനിൽ പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് ഞങ്ങൾ പോണത്. റോഡിൽ വണ്ടികളുടെ കാറുകളുടെ ബുദ്ധിമുട്ട്, ബൈക്കുകളുടെ ബുദ്ധിമുട്ട്, ബൈക്കുകൾ സൈഡ് തരില്ല, പിന്നെ അവരെ തെറിവിളി, ബസ്സിൽ ചില്ലറയില്ലാത്ത തെറിവിളി. നമുക്ക് തന്ന റണ്ണിങ് ടൈം 1 മണിക്കൂറും 10 മിനിറ്റുമാണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു 14 സ്റ്റോപ്പോ 15 സ്റ്റോപ്പോളം ലിമിറ്റ് സ്റ്റോപ്പിനുണ്ട്. അതുകൊണ്ട് 40 കിലോമീറ്ററോളം ഈ എല്ലാ സ്റ്റോപ്പിൽ നിർത്തി ഇറക്കി കയറ്റിയും പോകണം. അതിൽ എത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എത്തിക്കുകയാണ്. അതിന് ഈ കാറുകാരൊക്കെ സൈഡ് തന്നാലോ നമുക്ക് എത്താൻ പറ്റുള്ളൂ.
അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതൊന്നും കാറുകാർക്കോ മറ്റുള്ള വാഹനങ്ങൾക്കോ അറിയില്ല. സ്വകാര്യ മേഖലയെക്കുറിച്ച് പൊതുവെയുള്ള ഒരു പരാതി അച്ചടക്കമില്ലാത്ത ഡ്രൈവിംഗ് സംസ്കാരവും അമിത വേഗത മൂലമുള്ള അപകട സാധ്യതയുമാണ്. റോഡിനോട് ചേർന്ന് ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മൂലം ബസ് സ്റ്റോപ്പുകളിൽ യാതൊരുവിധ സിഗ്നലുകളും നൽകാതെ ബസ് നിർത്തുമ്പോൾ പുറകിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ്. പക്ഷേ അശാസ്ത്രീയമായ സമയക്രമീകരണവും വാഹനപ്പെരുപ്പം മൂലമുള്ള ട്രാഫിക്കും തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയും മൂലം അച്ചടക്കമില്ലാതെയും അമിതവേഗത്തിലും സർവീസ് നടത്താൻ അവരെ നിർബന്ധിതരാക്കുന്നു. ഈ സാഹചര്യങ്ങൾ മാറാത്തിടത്തോളം കാലം കൃത്യമായ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സർവീസ് നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പുതിയതായി വരുന്ന റോഡുകളിലെങ്കിലും ബസ് സ്റ്റോപ്പുകൾ റോട്ടിൽ നിന്ന് അകലം പാലിച്ച് നിർമ്മിക്കുകയും ബസ് നിർത്താനുള്ള ബസ് ബേകൾ ഒരുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാം. നമ്മൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ വളയം പിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള അതേപോലെ ആൾക്കാരാണ് നമ്മൾ കൊണ്ടുപോകണം. അതേ ഒരു രീതിയിലാണ് വണ്ടിയിലുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതിൽ കാലത്തൊട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ 45 മിനിറ്റും 55 മിനിറ്റും തന്നിട്ട് 1 മണിക്കൂറില്ല കേട്ടോ ഞങ്ങൾക്ക് ഗുരുവായൂർക്ക് എത്താൻ. കുന്നോളം വണ്ടിക്കും ഗുരുവായൂർ വണ്ടിക്കും തമ്മിൽ വ്യത്യാസം 8 മിനിറ്റ് കുന്നോളം വണ്ടിക്കും 7 മിനിറ്റ് ഗുരുവായൂർ വണ്ടിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഓരോ സ്റ്റോപ്പ് ഞങ്ങൾ മാറി മാറി എടുത്ത് പോകണം. ഇതിനിടയിൽ ഈ വലിയ വണ്ടി വരുമ്പോൾ ചെറിയ കാറുകാർ വരെ ഞങ്ങളതിനെ ബ്ലോക്ക് ചെയ്തിട്ട് വളരെയധികം മോശമായിട്ട് സംസാരിക്കും. ഞങ്ങൾ വണ്ടി കടത്തി വിടില്ല, സമയത്തിന് ഓടി എത്തിയില്ലെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ മുതലാളിമാർ അപ്പുറത്തെ വണ്ടിക്കാരും തമ്മിലുള്ള തല്ലൂട്ടം കാര്യങ്ങൾ പല സിറ്റുവേഷനും കടന്നു പോയിട്ടാണ് ഞങ്ങൾ ഈ വണ്ടിയിലേക്ക് തന്നെ വരുന്നത്. കാലത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തണ വരെ അത്രയും ടെൻഷനുകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. ഇതിനൊന്നും കുറച്ച് ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. ഈ ചെറുവണ്ടി വരുന്ന ആൾക്കാർ അതുപോലെ പിള്ളേരെ കൊണ്ടുപോകില്ല എന്ന് പറയുന്നു. ഒരു സ്റ്റോപ്പിൽ നിന്ന് 5 പിള്ളേരെ വെച്ചിട്ട് ഞങ്ങൾ ബാക്കിലും ഫ്രണ്ടിലായിട്ട് കയറ്റി പോകുന്നുണ്ട്. 1 മിനിറ്റിൽ തൊട്ട് ബാക്കിൽ വണ്ടി വരുന്നുണ്ട്. ഈ കുട്ടികളെല്ലാവരും സുഹൃത്തുക്കളും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ചൊരു വണ്ടിയിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവരും മനസ്സിലാക്കണം, ഞങ്ങളാരും ഒരു ഗുണ്ടാന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മോശമായ രീതിയിലൊന്നും ഇപ്പോൾ ഞങ്ങളെപ്പോലത്തെ പണിക്കാർ പെരുമാറുന്നില്ല. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്താനോ റോട്ടിൽ വല്ല വണ്ടിക്കാർ ബ്ലോക്ക് ചെയ്ത് ഞങ്ങൾ തെറി വിളിക്കുമ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ ആരെങ്കിലും ഒരു 45 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഈ വണ്ടി ഒന്ന് എടുത്തിട്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ വിഷമങ്ങൾ എങ്ങനെയാണ്, ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ്, എത്ര സ്റ്റോപ്പുകളുണ്ട്, എത്ര മിനിറ്റിൽ 4 മിനിറ്റിലും ഞങ്ങൾ പാസ് ചെയ്ത് പോകണം, 7 മിനിറ്റിൽ പാസ് ചെയ്ത് പോകണം. അതിൽ 1 മിനിറ്റ് പാസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റോപ്പ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാ സ്റ്റോപ്പും വിട്ട് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ആളുണ്ടാവില്ല, ഞങ്ങൾക്ക് ഡീസൽ അടിക്കുന്നില്ല. വൈകുന്നേരം ഇപ്പോൾ ശമ്പളമില്ല, 10 350 രൂപ 400 പേരെ ശമ്പളം എടുത്ത് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ. അതിൻ്റെ ഇടയിൽ റോഡ് മൊത്തം കുഴി കാര്യങ്ങൾ. ഞങ്ങൾ ഈ വണ്ടിയെടുത്ത് പല ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഈ വണ്ടിയിൽ ബസ്സിൽ വരാറ്. മരണ വീട്ടിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും. ബൈക്കുകാരും കാറുകാരും കൊണ്ടുവന്ന് ബസ്സിൻ്റെ മുമ്പിൽ പല അഭ്യാസങ്ങൾ കാട്ടാറുണ്ട്. ബ്രേക്ക് ചവിട്ടലും സൈഡ് തരാതെ ഓടിക്കലും അതൊന്നും ഒരിക്കലും ചെയ്യില്ല. അതൊരു നല്ലൊരു പ്രവണതയല്ല. അത് നമുക്കൊരു ചെറിയൊരു പരിഗണന തന്ന് ഞങ്ങളെ ഒന്ന് സഹകരിച്ചൊന്ന് കടത്തിവിട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഈ ബസ്സിനകത്താണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എൻ്റെ വീടും എല്ലാം ഈ ബസ് തന്നെയാണ്. ആ ബസ്സിൽ കിടന്നുറങ്ങുന്നു, ബസ്സിൽ ജോലി ചെയ്യുന്നു, രാവിലെ കറക്റ്റായിട്ട് ജോലിക്ക് വരുന്നുണ്ട്. ഒരു ദിവസം പോലും വണ്ടി നമ്മുടെ കുഴപ്പം കൊണ്ട് വണ്ടി ഓടാണ്ടിരിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ഞങ്ങളെ ചിത്രീകരിക്കുന്നത് കൊലയാളികളെന്നാണ്. ഒരാളെയും കൊല്ലാൻ വേണ്ടി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനോ തയ്യാറായിട്ടല്ല ഞങ്ങൾ വരുന്നത്. രാവിലെ അമ്പലങ്ങളിലും പള്ളികളിലും നേർച്ചയായിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കരുത്, അല്ലെങ്കിൽ ഒരു പ്രാണി പോലും തട്ടരുത് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ വണ്ടി എടുക്കുന്നത്. ആ വണ്ടിക്കാരെങ്ങനെ കൊലയാളികളാകുന്നത്? 3 മണിക്കൂർ 10 മിനിറ്റ് ഓടേണ്ട വണ്ടി ഇപ്പം 4 മണിക്കൂർ 4.5 മണിക്കൂർ എടുത്താണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് എത്തുന്നത്. ആ 1 മണിക്കൂർ വണ്ടി 1.5 മണിക്കൂർ വണ്ടി കൂടുതലാണ് ഓടുന്നത്. അതുപോലെ എവിടെയെങ്കിലും ബ്ലോക്കിൽപ്പെട്ടാൽ 1 മണിക്കൂർ 2 മണിക്കൂർ വരിയായിട്ട് തന്നെ കിടക്കണം. ബസ്സുകാരെ കാണുമ്പോഴേക്കും കൈയും കാലും പൊക്കുന്നു, നടുവരൽ പൊക്കി കാണിക്കുന്നു, കുഞ്ഞു മക്കൾ വരെ അപ്പനും അമ്മയ്ക്കും വിളിക്കുന്നു, തെറി പറയുന്നു. നമ്മളെന്താ ഇവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരെ ഉപദ്രവിക്കുന്നുണ്ടോ? ഇവരെയും ഇവൻ്റെ അപ്പനെയും അമ്മേനെയും സഹോദരങ്ങളെയും ഒക്കെ ഞങ്ങൾ ഈ സമയത്തിന് കൊണ്ടെത്തിക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നവർ പല സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ടാവും. മരിച്ച വീട്ടിൽ, കല്യാണത്തിന്, ആഘോഷത്തിന്, സ്കൂളിൽ, ജോലിക്ക്, ഇതെല്ലാം ഈ ബസ്സിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. ഈ 100 പേര് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ തിരിഞ്ഞാൽ മതി, മൊത്തത്തിൽ പ്രശ്നം വണ്ടി ട്രിപ്പ് പോകാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുമ്പം ഞങ്ങളെ ചിത്രീകരിക്കുന്ന ഈ കൊലയാളികൾ, ഗുണ്ടകൾ എന്നുള്ള ഈ നിലപാടും സമൂഹം മാറ്റിയെടുക്കണം. എത്ര കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ബസ് ഓടുന്നു. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അറിയാവുന്നവരാണ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ഗ്രൂപ്പിൽ തന്നെ എല്ലാ ദിവസവും തന്നെയുണ്ട് പിരിവുകൾ. അത് ഇതുപോലെ സുഖമില്ലാണ്ട് കിടക്കുന്നവർക്കും കാരുണ്യ പ്രവർത്തനത്തിനായിട്ടും രോഗികൾക്കായിട്ടും. ഇപ്പോൾ വയനാടിൻ്റെ ദുരിതത്തിനൊക്കെ ഞാനും വയനാട്ടുകാരൻ തന്നെയാണ്. അവിടേക്ക് തന്നെ എത്രയോ വണ്ടികൾ ഓടി പിരിവ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇത്ര സഹായങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആ മനസ്സിലുള്ള ആ ചിന്തയൊന്നും മാറ്റിയെടുക്കാൻ പോകുന്ന സംഭവം. തുടർച്ചയായി ഹോൺ മുഴക്കി ബഹളം സൃഷ്ടിക്കാതെ ആരും തന്നെ റോട്ടിൽ നിന്ന് ബസ്സുകൾക്ക് വഴിമാറി കൊടുക്കുന്നില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സുകൾക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് മറ്റു പ്രൈവറ്റ് വാഹനങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഡ്രൈവ് ചെയ്യുന്നത് റോഡിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും സമയകൃത്യയോടെ സർവീസ് നടത്തുവാനും സാധിക്കും. പൊതുജനങ്ങൾ
പ്രൈവറ്റ് ബസ്സിൻ്റെ ശത്രുക്കളാവണമെന്ന് വെച്ചാൽ അത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പോരായ്മയാണ്. തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് 36 മിനിറ്റാണ് തൃശ്ശൂർ കോഴിക്കോട് ബസ്സിൻ്റെ റണ്ണിങ് ടൈം. ആ സമയം കൊണ്ട് കാർ എടുത്താലും ആംബുലൻസ് എടുത്താലും ഓടിയെത്തൂല. അങ്ങനത്തെ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ജനങ്ങൾ നമ്മളെ ശത്രുക്കളായിട്ട് കാര്യമില്ല. ജനങ്ങൾ സിസ്റ്റത്തിനെതിരെയാണ് പ്രതികരിക്കേണ്ടത്. നമ്മൾക്കെതിരെ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നതും KSRTC ബസ് ഇടിച്ചിട്ടാണ്. KSRTC ബസ്സിന് സമയമില്ല ബസ് സ്റ്റാൻഡിൽ കയറണം. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പോകും. പക്ഷേ അവർ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല. പ്രൈവറ്റ് ബസ്സുകാർ എന്ത് ഈ ഓവർ സ്പീഡ് എന്ന് പറയാൻ കാരണം വെച്ചാൽ റോഡ് മോശമുള്ളതുകൊണ്ടാണ്, ഈ സമയത്തിൻ്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അടുത്തൊരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് ഈ റോഡ് മോശമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അത് കാറുകാർ എന്ന് പറഞ്ഞാൽ മുന്നിൽ ഈ റോഡ് ചെറിയൊരു കുഴി ഉണ്ടായി കഴിഞ്ഞാൽ വെറുതെ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വരുന്നുണ്ടാവും ബാക്കിൽ സമയം പിടിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഓൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുന്നിലേക്ക് എടുക്കുക, നമ്മളെ തല്ലാൻ നിൽക്കുക. ആദ്യം റോഡ് നേരെയാക്കുക, എന്നിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക. ഈ 6 മാസം ലൈസൻസ് കട്ടാക്കുക, 6 മാസം ബസ് ഓടാതിരിക്കുക. അപ്പോൾ ഈ റോഡ് ആദ്യം കേരളത്തിലെ എല്ലാ ഭാഗത്തെ റോഡുകൾ നന്നാക്കിയിട്ട് റോഡ് നല്ല ഇതിൽ ഉണ്ടെങ്കിൽ, ആക്സിഡൻറ്റ് ഉണ്ടാവുകയുണ്ടെങ്കിൽ ഈ നിയമം കൊണ്ടുവരാന്ന് വെച്ചാൽ ഏറ്റവും ബെറ്ററാണ്, നല്ലതാണ്. പക്ഷേ ഈ റോഡിലൊന്നും നമുക്ക് ഈ നിയമം കൊടുത്തിട്ട് നേരെയാവില്ല. ഗവൺമെൻറ് ജോലിക്കാർക്ക് ഒരു ദിവസം 10 മണി നല്ല ഉച്ചയായാലും കുഴപ്പമില്ല എത്തിയുണ്ട്. പക്ഷേ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് 10 മണി കഴിഞ്ഞ് 10:30 ആകുമ്പോൾ എത്തി നോക്കിയാൽ നാളെ അതുപോലെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് പ്രശ്നം, ഒരു ജോലിനെ ബാധിക്കുന്ന സംഭവമാണ്. ഈ സ്വകാര്യ മേഖലയിലത്തെ ജോലിക്കാർക്ക് 8 മണി 9 മണി 9:30 മാക്സിമം 9:30 10 മണിക്ക് എവിടെയും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ തുറക്കണില്ല. അപ്പോൾ അവർക്ക് എത്തേണ്ട ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അവർ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് പ്രൈവറ്റ് വണ്ടികളാണ്. KSRTCനെ ആശ്രയിച്ച് നിന്നുണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പോൾ ജനങ്ങളിപ്പോൾ വിശ്വസിച്ച് കയറുന്നത് ഈ പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത് അവരെ കൃത്യസമയത്ത് അവിടെ എത്തിക്കും. ഡെയിലി സർവീസ് ഉണ്ട് അവർക്ക്. അത് കാരണം കൊണ്ടാണ് ഈ ജനങ്ങൾ എപ്പോഴും പ്രൈവറ്റ് വണ്ടിയെ തന്നെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഓവർ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞു. അവർ യാത്രക്കാരുടെ സമയവും യാത്രക്കാരുടെ കാര്യങ്ങളും വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ഞങ്ങൾക്കായാൽ പോലും പ്രൈവറ്റ് വണ്ടിക്കാർക്കായാൽ പോലും ഇപ്പോൾ 5 ട്രിപ്പ് ഉണ്ടെങ്കിൽ 5 ട്രിപ്പ് ഓടിയാലേ വൈകിട്ട് ഞങ്ങൾക്കും വിലവ് കിട്ടുള്ളൂ, മുതലാളിക്ക് ഡീസൽ അടിക്കാനും വീട്ടിൽ കൊണ്ടുപോകാനും വിലവ് കിട്ടുള്ളൂ. ഇപ്പോൾ KSRTCക്കാർക്ക് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ട്രിപ്പ് മുടങ്ങിയാലും അവർക്ക് ചായയും കുടിച്ചിരുന്നാൽ മതി, അടുത്ത ട്രിപ്പിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്കെന്ന് വെച്ചാൽ അങ്ങനെയല്ല, കൃത്യമായ 5 ട്രിപ്പുണ്ടെങ്കിൽ 5 ട്രിപ്പ് ഓടി തന്നെ ഞങ്ങൾക്ക് വൈകിട്ടായാലും ഞങ്ങൾക്ക് ശമ്പളം കിട്ടുള്ളൂ, എന്തായാലും ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. കേരളത്തിന് പുറത്ത് പ്രൈവറ്റ് ബസ്സുകളുണ്ട്, ഇല്ലെന്നുള്ളതല്ല. പക്ഷേ ഉൾഗ്രാമങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ നമുക്ക് വളരെയധികം വൃത്തിയായ രീതിയിൽ സീറ്റിലായാലും പരിസരത്തായാലും ഇരിക്കാനുള്ള ഒരു സൗകര്യം ട്രാൻസ്പോർട്ട് ബസ്സിനെ KSRTC ബസ്സിനെ അപേക്ഷിച്ച് പ്രൈവറ്റ് ബസ്സിലാണ് കൂടുതൽ വൃത്തി എന്ന് പറയേണ്ടി വരും. പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരുടെ പെരുമാറ്റ രീതി അതൊരു 95% പേരും വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ 5% പേര് മൊത്തം കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിനെ അവമാനപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അത് എല്ലാ രീതിയിലും ഈ 100%-നും ബാധിക്കും എന്നുള്ളത് ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒന്ന് ഓർത്താൽ വളരെ നല്ലതാണ്. പ്രൈവറ്റ് സെക്ടർ നമ്മുടെ കേരളത്തിൽ ഒരു മഹാവിജയമാണ്, അത് ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും പൊതുജനങ്ങളുടെ സഹകരണവുമില്ലെങ്കിൽ സ്വകാര്യ ബസ് മേഖല വൻ പ്രതിസന്ധിയിലകപ്പെടാം. നാളെ ഇവർക്ക് നിലനിൽപ്പില്ലാതായാൽ ഈ മേഖലയിലേക്ക് കുത്തക കമ്പനികൾ കടന്നു വരികയും വൻ സാമ്പത്തിക തിരിച്ചടി സമൂഹത്തിന് നേരിടേണ്ടി വരികയും ചെയ്യും. സ്വകാര്യ ബസ് മേഖലയെ അടിയന്തര പഠന വിധേയമാക്കി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് മുൻപോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ.